പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വീണ്ടും നമുക്ക് ദൈവസ്ഥലിൽ ഒരുമിച്ച് ചേർന്ന് വന്ന് ദൈവവചനം പഠിക്കുവാനായിട്ട് കർത്താവ് അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ റോമാലേഖനത്തിലെ രണ്ടാമത്തെ പ്രധാന ശീർഷകത്തിലാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നീതീകരണത്തിൻ്റെ അനിവാര്യത. 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 20 വരെയുള്ള വാക്യങ്ങളാണ് നീതീകരണത്തിൻ്റെ അനിവാര്യത എന്നുള്ള തലക്കെട്ടിൽ നാം ചിന്തിക്കുന്നത്. നീതീകരണത്തിൻ്റെ അനിവാര്യത എന്താണ്? എന്തുകൊണ്ടാണ് നീതീകരണം ആവശ്യമായിരിക്കുന്നത്? മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ നീതീകരണം അല്ലെങ്കിൽ നീതി എന്ന അത് വ്യക്തമായിട്ട് 17-ാം വാക്യം 1:17 പറഞ്ഞിട്ടാണ് പിന്നീട് ആ വിഷയത്തിലേക്ക് അപ്പോസ്തലൻ വരുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകമായൊരു പ്രയോഗം പറയുന്നുണ്ട് 1:17. അദ്ദേഹം 17-ാം വാക്യം എല്ലാവരും പഠിച്ചോന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാതെ പഠിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അതിൽ അപ്പോൾ എങ്ങനത്തെ നീതിയാണ്? ഏത് നീതിയാണ്? ദൈവത്തിൻ്റെ നീതി. അപ്പോൾ ഈ നീതീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ നീതി. ദൈവത്തിൻ്റെ നീതി ഇല്ലാതെ അല്ലെങ്കിൽ ദൈവനീതിക്ക് തത്തുല്യമായ നീതി ഇല്ലാതെ ഒരാൾക്കും ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനമില്ല. അപ്പോൾ ആ നീതീകരണം, ആ തരത്തിലുള്ള ഒരു നീതീകരണത്തിൻ്റെ അനിവാര്യത എന്താണെന്ന് ചോദിച്ചാൽ ആ നീതി ആർക്കും ഇല്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ അതിനെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് ഒന്ന് പറയുന്നതാണ് ഈ 1:18 മുതൽ 3:20 വരെ. അതിലാരില്ല? നീതിമാന്മാരല്ല. ജാതികൾ നീതിമാന്മാരല്ല, അല്ലെങ്കിൽ ജാതികൾ പാപികളാണ്. 1:18 മുതൽ ഒടുവിലത്തെ വാക്യം വരെ. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3:8 വരെ യഹൂദന്മാർ പാപികളാണ്, അല്ലെങ്കിൽ നീതിമാന്മാരല്ല. 2-ാം അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ 2-ാം അധ്യായത്തിനൊടുവിൽ വരെ നമ്മൾ പറഞ്ഞു നിർത്തി. 4 കാരണങ്ങൾ യഹൂദന്മാർ പാപികളാണ് എന്നുള്ളതിന് 4 കാരണങ്ങൾ നിരത്തി അപ്പോസ്തലനായ പൗലോസ്. എന്തൊക്കെയാണ്? നോട്ട് എഴുതുന്നുണ്ടോ? നോട്ട് വോയിസ് റെക്കോർഡ് നമ്മുടെ ചർച്ചിൻ്റെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അത് കേട്ട് ഒരു ഔട്ട്ലൈനും ഉണ്ട് അതിനകത്ത് ചർച്ചിൻ്റെ ഗ്രൂപ്പിൽ, അല്ലേ? ഒരു പുസ്തക വിഭജനം. അത് നോക്കി അത് കേട്ട് നോട്ടുകൾ എഴുതാം. അപ്പോൾ എന്താ ഗുണം? എന്താ പ്രയോജനം? കേട്ട് അതിൻ്റെ ഗുണം നമുക്ക് നമ്മളാ വിഷയത്തിൽ റോമാലേഖനം ഏത് പാതിരാത്രി ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും. റോമാലേഖനത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ലോജിക്കലായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് റോമാലേഖനം എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിൻ്റെ ആധികാരികമായ അവതരണമാണ് റോമാലേഖനം. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം, നന്നായി മനസ്സിലാക്കണം. ഒരു ക്ലാസ് കേട്ടതുകൊണ്ട് അതിലെ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു 2-3 നിങ്ങളൊരു ചെറിയൊരു ബുക്ക് വാങ്ങിച്ച് എല്ലാവരും, സഹോദരന്മാരും എല്ലാവരും ഒരു ബുക്ക് വാങ്ങിച്ച് അതിൻ്റെ ഔട്ട്ലൈൻ നോക്കി വീണ്ടും കേട്ട് കുറിപ്പുകളൊക്കെ നിങ്ങൾ എഴുതണം. അപ്പോൾ എന്താണ് 1-ാമത്തെ കാരണം? യഹൂദന്മാർ പാപികളാണെന്ന് പറയാനുള്ള 1-ാമത്തെ കാരണം എന്താ? അവർ മറ്റുള്ളവരെ വിധിക്കുന്നു, എന്നിട്ട് അതേ കാര്യം അവർ ചെയ്യുന്നതിനാൽ അവർ കുറ്റക്കാരാണെന്ന് അല്ലെങ്കിൽ തെറ്റുകാരാണെന്ന് അവരുടെ വിധിയാൽ തന്നെ, അവരുടെ വാക്കിനാൽ തന്നെ ഉറപ്പാക്കുന്നു. 2-ാമത്തെ കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും അവർ പാപികളല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല, മറിച്ച് അവർ മാനസാന്തരപ്പെടണമെന്നേ ആവശ്യപ്പെടുന്നുള്ളൂ. 3-ാമത്തെ കാരണം ദൈവം ന്യായപ്രമാണം അവർക്ക് കൊടുത്തതിനാൽ അവർ ചിന്തിച്ചത് എന്താണ്? അവർക്ക് ഇനി ന്യായവിധി ഇല്ല എന്നുള്ളതാണ്. 12-ാം വാക്യം എന്താണ്? ന്യായപ്രമാണമുള്ളവരെ
ന്യായപ്രമാണത്തോടുകൂടെ എന്ത് ചെയ്യും? വിധിക്കും. ന്യായപ്രമാണമില്ലാത്തവരെ ന്യായപ്രമാണം കൂടാതെ വിധിക്കും. ന്യായപ്രമാണം ഉള്ളത് കൊണ്ട് പാപികളല്ല എന്നില്ല, പാപികളാണ്. അതിനെ തെളിവോട് പറഞ്ഞു. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ലംഘിക്കുന്നു. നാലാമത്തെ കാരണം പരിച്ഛേദന ഏറ്റതിനാൽ അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹൃദയത്തിൽ ന്യായപ്രമാണവും അല്ലെങ്കിൽ എന്താണ് സിരകളിൽ അബ്രഹാമിൻ്റെ രക്തവും ശരീരത്തിൽ പരിച്ഛേദനയുടെ അടയാളമുള്ള ഞങ്ങളൊക്കെ നല്ലവരും വിശുദ്ധന്മാരുമാണ്. ഈ ജാതികളാണ് ആര്? പാപികൾ. അവരെ എന്താ വിളിക്കുന്ന ജാതികളെ? പുറജാതി നായ്ക്കൾ എന്നാണ് വിളിക്കുന്നത്. പുറജാതി നായ്ക്കൾ. അപ്പൊ ഞങ്ങൾ നല്ലവരാണ്. അല്ല, നിങ്ങൾ നല്ലവരല്ല. ആരാണ് ശരിയായ യഹൂദൻ? പരിച്ഛേദന ഏറ്റതിനാൽ എന്തേ ഗുണമുള്ളൂ? പരിച്ഛേദന ഏൽക്കുന്നതിനാൽ ശുദ്ധനാകുന്നില്ല. പിന്നെ എന്താ അവിടെ പറയുന്നത്? പരിച്ഛേദന ഏറ്റതിനാൽ ന്യായപ്രമാണം മുഴുവൻ അനുഷ്ഠിക്കണം. അനുഷ്ഠിക്കാൻ അവനെന്താ? കടംപെട്ടവനാണ്. അത്രേ ഉള്ളൂ, കടംപെട്ടവനാണ്. അപ്പോൾ യഥാർത്ഥ പരിച്ഛേദന എന്താണെന്ന് അവൾ പറഞ്ഞു. എന്താ? ആത്മാവിലുള്ള പരിച്ഛേദന, ഹൃദയത്തിലുള്ള പരിച്ഛേദനയാണ് വേണ്ടത്. അത് അപ്പോൾ പരിച്ഛേദന ഏറ്റ ഒരാൾ ന്യായപ്രമാണ ലംഘിയായാൽ അവൻ്റെ പരിച്ഛേദന അഗ്രകർമ്മം എന്നേ വരികയുള്ളൂ. ഓക്കെ, നമ്മൾ ആ ഭാഗം പറഞ്ഞാണ്. അതിൽ നിന്ന് ഒരു ചിന്ത ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അതായത് ഈ ശരീരത്തിലാണെങ്കിലും ഈ പരിച്ഛേദന ഏൽക്കുമ്പോൾ, സർക്കംസിഷൻ എടുക്കുമ്പോൾ ഒരാൾക്ക് എന്തുണ്ടാവും? വേദന ഉണ്ടാവും അല്ലേ? വേദന എടുക്കും. ആത്മാവിലുള്ള പരിച്ഛേദനയ്ക്ക് എന്തുണ്ട്? വേദനയുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച ഒരു വാക്യമുണ്ട്, കൊലോസ്യർ 2:11. ജഡശരീരം, അതിനാൽ നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. കൈകൊണ്ടുള്ള പരിച്ഛേദനയാണ് ന്യായപ്രമാണത്തിലുള്ളത്. അപ്പൊ ഇവിടെ കൈകൊണ്ടല്ലാത്ത ആത്മീകമായ പരിച്ഛേദന. അതെന്താ? ഇവിടെ ലിംഗാഗ്ര ചർമ്മമാണ് എന്ത് ചെയ്യുന്നത്? ഛേദിച്ച് കളയുന്നത്, മുറിച്ച് കളയുന്നത്. അപ്പോൾ ഒരു വേദന ഉണ്ടോ? ഇവിടെ എന്താ കളയുന്നത്? ആ 2:11 എന്താ പറയുന്നത്? ജഡശരീരം ഉരിഞ്ഞു കളയുകയാണ്. ജഡശരീരം എന്ന് പറയുന്നത് ഈ ശരീരമാണോ? കയ്യും കാലും കണ്ണും തലയൊക്കെയുള്ള ഈ ശരീരമാണോ? പിന്നെ എന്താ? ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന. അവിടെ കൈ ഉപയോഗിക്കുന്നില്ല. പിന്നെ ആത്മീയമായ പരിച്ഛേദന എന്താ? ജഡത്തിന്റെ എല്ലാ താല്പര്യങ്ങളെയും, ജഡത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളെയും ഉദ്ദേശങ്ങളെയും, ജഡീകമായ എല്ലാ പ്രവൃത്തികളെയും എന്ത് ചെയ്യുന്നു? മുറിക്കുന്നു, കട്ട് ചെയ്യുന്നു, ഉരിഞ്ഞു കളയുന്നു. അങ്ങനെ മുറിക്കുമ്പോൾ എന്തുണ്ടാവും? വേദന ഉണ്ടാവും. അങ്ങനെ മുറിക്കുമ്പോഴെന്തുണ്ടാവും? വേദനിക്കണം. നമ്മുടേതായ, ഒരു പ്രായോഗികമായ ചിന്ത പറഞ്ഞു പോയ നമ്മുടേതായ ഉദ്ദേശങ്ങളും താല്പര്യങ്ങളൊക്കെ നമ്മൾ ക്രിസ്തുവിനോടുള്ള അനുസരണ നിമിത്തം, ഒരു യഹൂദൻ ദൈവത്തോടുള്ള അനുസരണത്തിനായി ആ വേദന എന്ത് ചെയ്യാം? സഹിക്കുകയാണ്. എന്നതുപോലെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി നമ്മുടേതായ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, ലൗകികമായ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യണം? മുറിക്കണം. അങ്ങനെ മുറിക്കുമ്പോൾ എന്തുണ്ടാവും? വേദന ഉണ്ടാകും. ആ വേദന നല്ലതിനാണ്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു കാര്യം അവിടെ പറഞ്ഞത്, അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ 29-ാമത്തെ വാക്യത്തിൽ, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യനാലല്ല ദൈവത്താൽ തന്നെ. അപ്പോൾ ദൈവത്താലുള്ള പുകഴ്ച ഞാനിങ്ങനെ ചിന്തിച്ച്, അതായത് ലോകത്തിൽ പുകഴ്ച ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാകില്ല അല്ലേ? ഒരു നല്ല വാക്ക് പറഞ്ഞ് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകുകയില്ല. ഉണ്ടോ? ഇല്ല. ഞങ്ങൾ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്, ആ മേഖലയിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ഗുണം അനുഭവിക്കുന്നവരോ
ഒക്കെ ഒരു നല്ല വാക്ക് പറയാനായിട്ട് എന്ത് ചെയ്യും? ആഗ്രഹിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ലോകത്തിലെ അനേക ആളുകൾ പരിശ്രമിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ വലിയ വീട് വയ്ക്കുന്നതിനാ, ഇവിടുത്തെ വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ മതി, പ്രശംസ അല്ലേ? ആളുകൾ അപ്പോൾ വെച്ച് ആളുകൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രശംസിക്കണം. അപ്പോൾ കുറച്ച് വില കൂടിയ കാറ് നമുക്കുണ്ടായി കഴിയുമ്പോൾ ആളുകൾ നമ്മളോടൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? നമ്മളോടുള്ള ആദരവല്ല, പിന്നെ പണത്തോടാണ്, വിദ്യാഭ്യാസത്തോടാണ്, സൗന്ദര്യത്തോടാണ്, വ്യക്തിത്വത്തോടല്ല. അവിടെയാണ് പറയുന്നത് അകമേ യഹൂദനായവനാണ് യഹൂദൻ, അവന് ദൈവത്താൽ എന്ത് ലഭിക്കും? അപ്പൊ അകത്തുള്ള വ്യക്തിത്വം, ശരിയായ ദൈവത്തിന് സ്വീകാര്യമായൊരു വ്യക്തിത്വം ഉള്ളവർക്ക് ദൈവത്തിൽ നിന്നും ലഭിക്കും, പോഴ്ച ലഭിക്കും. ഞാനത് കഴിഞ്ഞ ആഴ്ച ഒരു പ്രസ്താവന പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ പരമദരിദ്രനാണെങ്കിലും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാൻ വേണ്ടി ജീവിതത്തിൽ പരിശ്രമിക്കുക, അതിനുവേണ്ടി കഷ്ടവും നഷ്ടവും സഹിക്കുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തിയാണ് എന്ത് ചെയ്യേണ്ടത്? പുകഴ്ത്തേണ്ടത്, അല്ലെങ്കിൽ ആദരിക്കേണ്ടത്. ന്യായപ്രമാണ പ്രഘോഷകരെയല്ല, ന്യായപ്രമാണം ആചരിക്കുന്നവരെയാണ്. ആ വാക്ക് ഞാൻ ഇവിടുന്ന് എടുത്തതാ, ഈ 2-ാം അധ്യായത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞാണ്. അത് ആചരിക്കുന്നവരെയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, ആരുടെ ഇപ്പോൾ ആൻസർ സൊസൈറ്റിയിൽ എന്ത് ചെയ്യണ്ട, അംഗമാകേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ താഴേക്ക് പോകാം. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ഈ റോമാലയത്തിൽ ഒരു പ്രത്യേകതയാണ്, ഇതൊരു കോടതിയിൽ മുറിയിൽ നടക്കുന്നത് പോലെയാണ്. അതായത് വാദപ്രതിവാദം. ഇപ്പം നമ്മൾ സുവിശേഷം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ എന്ത് ചെയ്യും? ചോദിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് ഇത് ഇങ്ങനെ ശരിയാവുന്നത്? നിങ്ങൾ കൃഷ്ണകുട്ടി സാറിൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. സാറ് പ്രസംഗിച്ച് വരുമ്പോൾ താൻ ആദ്യം പറഞ്ഞ ആശയത്തിന് മനുഷ്യരുടെ, കേൾവിക്കാരുടെ ഹൃദയത്തിൽ ഉദിക്കുന്ന ചോദ്യങ്ങൾ താൻ തന്നെ എന്ത് ചെയ്യും? പറയും. എന്നിട്ട് ആ ചോദ്യത്തിന് ഉത്തരമാണ് അടുത്ത പോർഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ അംഗീകരിച്ചോണം എന്നുള്ള രീതിയിലല്ല. ഈ റോമാലയനം അതുപോലെയാണ്. അപ്പോൾ ഇപ്പം ഇത്രയും നേരം പറഞ്ഞു നിർത്തിയ കാര്യങ്ങളിൽ നിന്ന് പ്രതിവാദി ചോദിക്കുന്ന ഒരു ചോദ്യത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ കോടതിയിൽ ഒബ്ജക്ഷൻ വരികയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്താണ് ഒബ്ജക്ഷൻ? 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അവർ ഈ ചോദ്യം അതാണ്, താർക്കികം നമുക്ക് ചോദിക്കാം. അത് ശരി. ഇപ്പോൾ പൗലോസോരൻ പറയുന്നത് യഹൂദനെന്തില്ല, ഒരു വിഷയത്തില്ല. യഹൂദനായിരിക്കുന്നതുകൊണ്ട്, പരിശീലനം നിൽക്കുന്നതുകൊണ്ട്, ന്യായപ്രമാണം കിട്ടിയതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ലെന്നല്ലേ താങ്കൾ പറയുന്നത്? അതെന്ത് പരിപാടിയത്? യഹൂദൻ എന്ത് വിശേഷത? അല്ല പരിശോധനയാൽ എന്ത്? ഇത് പ്രതിവാദി പറയുന്നതാണ്, എതിർകക്ഷിയുടെ വക്കീല് എഴുന്നേറ്റ് എന്ന് പറയുന്നതാണ്. അപ്പൊ അതിനുള്ള ഉത്തരവാണ് അടുത്ത വാക്ക്. എന്താ? സകല വിധത്തിലും ഇല്ലെന്ന് പറഞ്ഞില്ല, ഉണ്ട്, വളരെയുണ്ട്. എല്ലാ കാര്യത്തിലും വളരെ കാര്യങ്ങളിൽ വിശേഷതയുണ്ട്. അത് എന്താണ് എന്നുള്ളത് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2-ാമത്തെ വാക്യത്തിൽ. എന്താ? ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചു. മറ്റ് ചില കാര്യങ്ങൾ 9-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. 9-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. അവർ ഇസ്രായേൽ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളൂ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അപ്പം ഇതെല്ലാം അവർക്കുള്ള പ്രത്യേകത. അവർക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവർ ഇസ്രായേലിയർ പുത്രത്വം, തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളത്. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നാണ് ചെയ്തത്.
കർത്താവ് പറഞ്ഞൊരു വാക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം ശമരിയ സ്ത്രീയോട് പറഞ്ഞത് എന്താ? രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. അപ്പോൾ പ്രാധാന്യതയുണ്ട്, വിശേഷതയില്ലെന്ന് പറയാൻ കഴിയില്ല. അതാണ് അവിടെ പറയുന്നത്. ഈ വാക്കുണ്ടല്ലോ, ഒരു നാളും ഇല്ല എന്നുള്ളത് റോമാലേഖനത്തിൽ ആവർത്തിക്കുന്ന ഒരു വാക്കാണ്. അയ്യോ, ഞാനങ്ങനെ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ എന്താണ് ഉദ്ദേശിച്ചത്? വിശേഷതയുണ്ട്, യഹൂദന് വിശേഷതയുണ്ട്. പക്ഷെ ഏത് കാര്യത്തിലില്ല? പാപത്തിന്റെ കാര്യത്തിൽ ഇല്ല. പാപിയാണെന്ന വിഷയം വരുമ്പോൾ, പാപത്തിന്റെ വിഷയം വരുമ്പോൾ, അനീതിയുടെ വിഷയം വരുമ്പോൾ യഹൂദനും യമനനും എല്ലാവരും ഒരുപോലെയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം വരികയാണ്. ആദ്യത്തെ ചോദ്യം പറഞ്ഞു യഹൂദൻ എന്താണ് വിശേഷത? നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഒരു വിശേഷതയും ഇല്ലെന്നാണോ? അപ്പൊ അതിന് ഉത്തരം പറഞ്ഞു ഉണ്ട്, വിശേഷതയുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം 3-ാം വാക്യത്തിൽ വീണ്ടും ഒബ്ജക്ഷൻ. എന്താണത്? ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? അപ്പോൾ വീണ്ടും ഉത്തരം എന്താ? ഇല്ല. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താ? ആ 3-ാം വാക്യത്തിലെ ചോദ്യം എന്താണെന്ന് മനസ്സിലായോ? പ്രതിവാദി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? 2-ാം അധ്യായത്തിൽ പറഞ്ഞു ന്യായപ്രമാണം ഉള്ളവരല്ല, അത് ആചരിക്കുന്നവരത്ര നീതിമാന്മാർ. അതുപോലെ പരിശോധന ഏൽക്കുന്നവൻ ന്യായപ്രമാണം ആചരിക്കുന്നില്ലെങ്കിൽ അതിന് പരിശോധന കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ ഈ പ്രതിവാദി പറയുന്ന ഒരു കാര്യം, അതിപ്പോൾ എല്ലാവരും അങ്ങനെ അല്ലല്ലോ. ചിലർ അനുസരിക്കുന്നില്ലെങ്കിൽ അല്ലേ? ഒന്നുകൂടെ അതൊന്ന് വായിച്ച് 3-ാം വാക്യം. അവിശ്വാസത്താൽ അപ്പൊ എല്ലാവരും അങ്ങനെ അല്ലല്ലോ ബ്രദറെ. നമ്മൾ പറയില്ലേ, എന്തിനാ അത് ജനറലൈസ് ചെയ്യുന്നത്? എന്തിനാ? എല്ലാവരും അങ്ങനെയല്ലല്ലോ. ചിലരൊക്കെ ഞങ്ങൾ എന്തുണ്ട് വിശ്വസിക്കും, നല്ലവരുണ്ട്. ഞങ്ങളിൽ ചിലരൊക്കെ നല്ലവരുണ്ട് എന്ന് യഹൂദൻ പറയുക. അപ്പോൾ ആ ചോദ്യത്തിന്, ആ എതിർവാദത്തിനുള്ള ഉത്തരമാണ് 4-5 വാക്യം. എന്താണ്? അല്ല, അങ്ങനെയല്ല. ചിലർ വിശ്വസിച്ചില്ല എന്നതിനാൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് എന്തെയും വരുന്നില്ല, ഭംഗം വരുന്നില്ല. പക്ഷെ എന്താ ഇവിടുത്തെ പ്രശ്നം? അത് 4-ാം വാക്യം. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും എന്നെഴുതിയിരിക്കുന്ന പോലെ ദൈവസത്യവാൻ സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നെ 51-ാം സങ്കീർത്തനം 4-ാം വാക്യം ഉദ്ധരിച്ചിരിക്കുന്നു. നമുക്കതൊന്ന് വായിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനും സംസാരിക്കുമ്പോൾ നീ നീതിമാനും വിധിക്കുമ്പോൾ നിർമ്മലനായിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഉദ്ധരിച്ചിരിക്കുന്ന വാക്യത്തിൻ്റെ അതിൻ്റെ കണ്ടന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. 4-ാം വാക്യത്തിൻ്റെ ഒടുവിൽ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ സകല മനുഷ്യരും എന്ന് പറഞ്ഞാൽ എന്താ? ചിലർ ഇവരുടെ വാദം എന്താ? ബെനിസോര 3-ാം വാക്യത്തിൽ ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുമോ? ആരും നല്ലവർ ഇല്ല. ദൈവം വിധിക്കുമ്പോൾ, അതാണ് ദൈവം വിധിക്കുമ്പോൾ എല്ലാവരും ആരെന്നെ വരും? പാപികൾ തന്നെ വരും. ദൈവം സത്യവാനെന്നും ബാക്കി എല്ലാവരും സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്ന് പറഞ്ഞാൽ നുണ പറയുന്നവരെന്നുള്ള അർത്ഥത്തിലല്ല, എല്ലാവരും ദൈവത്തിന്റെ സത്യത്തിന്റെ മുമ്പിൽ നഷ്ടപ്പെട്ടവരാണെന്നേ വരികയുള്ളൂ ദൈവം വിധിക്കുമ്പോൾ. ഓക്കെ, 5-ാം വാക്യം. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്ത് പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. അതായത് അത് ശരി. അപ്പോൾ
ദൈവം വിധിക്കുമ്പോൾ ദൈവം സത്യവാനാണെന്നും ബാക്കി എല്ലാവരും കുറ്റക്കാരാണ്, പോസ്റ്റ് പറയുന്നവരെന്ന് വരുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതല്ലേ ഇവിടെ പറയുന്നത്. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു എങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? അപ്പോൾ ദൈവത്തിൻ്റെ നീതിയാണല്ലോ ഈ വിധി പ്രസ്താവത്തിൽ ദൈവം നല്ലവനാണെന്നും ബാക്കിയുള്ളവരൊക്കെ മോശമാണെന്നാ വരുന്നതെങ്കിൽ എന്ത് വിധിയായിരിക്കും? പിന്നെ എല്ലാവരും മോശമല്ലേ? അടുത്ത വാക്യം കൂടെ അപ്പോൾ പറയാം, മനുഷ്യരീതിയിൽ പറയാം ഒരു നാളുമല്ല, അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ദൈവത്തിൻ്റെ സത്യം എൻ്റെ ഭോഷ്കിനാൽ അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിളിക്കുന്നത് മനസ്സിലാകും. ഏഴാം വാക്യം, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്താലും എന്ത് തെളിവാകുന്നു കൂടുതൽ? ഏഴാം വാക്യത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിയാലും മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളും വെളിപ്പെടുന്നതിനാൽ എന്താണ് കൂടുതൽ വെളിവാകുന്നത്? മനുഷ്യൻ പാപിയാണെന്ന് തെറ്റുകാരാണെന്ന് കൂടുതൽ വെളിപ്പെടുന്നതിനാൽ അതിൻ്റെ മറുവശത്ത് എന്തുണ്ടാവുന്നു? ദൈവം നീതിമാനാണെന്നും വിശുദ്ധനാണെന്നും കൂടുതലും ചെയ്യുന്നു, വെളിപ്പെടുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനാൽ ദൈവത്തിന് എന്തുണ്ടാവുന്നു? മഹത്വം ഉണ്ടാകുകയാണെങ്കിൽ എന്നെ വിധിക്കുന്നത് എന്തിനാണ്? യുക്തിവാദമാണ്, യുക്തിവാദം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എങ്ങനെ മനുഷ്യനെ വിധിക്കാൻ പറ്റും? അതാണ് ഈ 5-ാമത്തെ വാക്യം ചോദിക്കുന്നത്. എന്തിനാ ദൈവം മനുഷ്യനെ ശിക്ഷ? അങ്ങനെ ദൈവത്തിന് എങ്ങനെ ശിക്ഷ വിധിക്കാൻ പറ്റും മനുഷ്യന്? ദൈവത്തിന് മഹത്വമല്ലേ ഉണ്ടാകുന്നത് എന്ന്. അപ്പോൾ അതിന് പറയുന്നത് അവിടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് ഒരിക്കലും മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയില്ല, വിധിക്കാൻ കഴിയില്ലല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് ഇപ്പോൾ മനസ്സിലാവുന്നു തോന്നുന്നു. പഴയ നിയമത്തിൽ സാധാരണ യുക്തിവാദികൾ പറയുന്ന ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിന് സമാനമായ ഒരു കാര്യത്തിന് നമ്മളൊരു ഉത്തരം പറഞ്ഞായിരുന്നു, ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൽ. അതുപോലെ ഒരു കാര്യം, അതായത് പഴയ നിയമത്തിൽ പറയുന്നത് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. കൊല ചെയ്യുന്നവനെ എന്ത് ചെയ്യണം? അവനെ എന്ത് ചെയ്യണം? കൊല്ലണം. അപ്പൊ ദൈവം ആരായി? കൊലപാതകയായി. യുക്തിപരമായി നോക്കുമ്പോൾ ദൈവം ആരായി? ഇപ്പൊ കൊല ചെയ്ത ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി, ന്യായവിസ്താരം നടന്നു, വിചാരണയെല്ലാം കഴിഞ്ഞ് കോടതി വിധിക്കുകയാണ്. ആ ന്യായാധിപൻ വിധിക്കുകയാണ്, ജഡ്ജി വിധിക്കുകയാണ്, അദ്ദേഹത്തെ എന്ത് ചെയ്യണം? തൂക്കിലേറ്റണം. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത്? കൊല ചെയ്തതുകൊണ്ട്. അപ്പൊ അതേ കാര്യമാണ് ഇപ്പൊ ആര് ചെയ്യാൻ പോകുന്നത്? ന്യായാധിപൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞൂടെ? അപ്പൊ അത് ന്യായമാവോ? അല്ല, ന്യായമല്ല. എന്തുകൊണ്ടല്ല? അദ്ദേഹം മരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ കുറ്റം കൊണ്ടാണ്. അങ്ങനെ ഒരു യുക്തിയാണ് മനുഷ്യൻ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ഇവിടെ നീതി നടപ്പിലാക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ പഴയ നിയമത്തിലെ ദൈവം കൊലപാതകിയാണ്, മോശക്കാരനാണ്, ക്രൂരനാണ് അല്ല. അതിനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ അതിനേക്കാൾ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ പുതിയ നിയമത്തിലെ ദൈവമാണെന്ത്? ക്രൂരനെന്ന് പറയേണ്ടതായിട്ട് വരും അല്ലേ? വ്യഭിചാരം ശരീരം കൊണ്ട് ചെയ്യുന്നവരെ ആണ് ന്യായപ്രമാണത്തിൽ ശിക്ഷിക്കുന്നതെങ്കിൽ ഇവിടെയോ ഹൃദയത്തിലുണ്ടോ എന്നാ ഈ പുതിയ നിയമത്തിലെ ദൈവം നോക്കുന്നത്. രണ്ടും ഒരു ദൈവം തന്നെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ നീതി ഇവിടെ മുമ്പിൽ മനുഷ്യൻ തെറ്റുകാരനാണെന്നും ആ തെറ്റിന് അവന് ശിക്ഷിക്കപ്പെടുവാൻ അവൻ അർഹനാണ് എന്നുമാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളത് വായിച്ച് കൂടുതൽ മനസ്സിലാക്കുക. 8-ാം വാക്യം, നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത്. 8-ാം വാക്യം നമുക്ക് 6-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ഞാൻ വിശദീകരിക്കാം. അതവിടെ നിൽക്കട്ടെ.
ഇനി 9 മുതൽ ഇപ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ പ്രധാന ശീർഷകത്തിലെ രണ്ടാമത്തെ ഉപശീർഷകം ഇവിടെ അവസാനിക്കുകയാണ്. അതായത് യഹൂദൻ പാപിയാണ്. ഇനി 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ എല്ലാവരും പാപികളാണ്, മുഴു ലോകവും പാപത്തിന് കീഴിലാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ മെയിൻ ശീർഷകത്തിലെ മൂന്നാമത്തെ ഉപശീർഷകം സബ് പോയിന്റാണ് മുഴു ലോകവും പാപത്തിന് കീഴിലാണ് എന്നുള്ളതാണ്. സർവ്വലോകവും പാപത്തിന് കീഴിലാണ്. നമുക്ക് വായിക്കാം 9ാമത്തെ വാക്യം. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നെന്ന് നാം മുമ്പേ തെളിയിച്ചു. അപ്പൊ അടുത്ത ചോദ്യം വരികയാണ്, ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? ആർക്ക്? ജാതികൾക്ക്. അപ്പൊ യഹൂദന് ഇല്ല, അപ്പൊ നമുക്കുണ്ടോ? ഇല്ല. എന്നിട്ട് പറയാണ് അശേഷമില്ല. ഇനി കുറച്ചെങ്കിലും വിശേഷത യഹൂദനുണ്ടെങ്കിലും ആർക്കില്ല? ജാതികൾക്ക് അശേഷമില്ല. യഹൂദന്മാര് യവനന്മാര് ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം. അപ്പോൾ നമ്മൾ ആ ശീർഷകം കൊടുത്തത്, ഹെഡിങ് കൊടുത്തത് തെറ്റല്ല. ഏത്? ജാതികൾ പാപികളാണ്, പിന്നെ രണ്ടാമത് യഹൂദന്മാർ പാപികളാണ്. ഇത് രണ്ടും എന്ത് ചെയ്തു? 8 വരെയുള്ള വാക്യങ്ങൾ എന്ത് ചെയ്തു? തെളിയിച്ചിരിക്കുകയാണ്. എഗ്രി? ഇനി 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുക. വായിച്ചോട്ടെ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവരില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊടരുതാത്തവരായിട്ടുണ്ട്. നന്മ ചെയ്യുന്നവരില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശുഭപ്പിഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കൈക്കുന്നവരില്ല. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും അലിപ്തതയും അവരുടെ വഴിയിലുണ്ട്. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവകൈവില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. 19ാം വാക്യം കൂടെ, 19, 20 കൂടെ വായിക്കാം. ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നത് നാം അറിയും. അങ്ങനെ ഏതു വായും പറഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷാൻ യോഗ്യമായി തീരേണ്ടതത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവരുടെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിൽ പാപത്തിന്റെ പരിജ്ഞാനത്തെ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ 10ാം വാക്യം ആരംഭിക്കുന്നത് തന്നെ ഈ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്തിരിക്കുന്ന, ഉദ്ധരിച്ചിരിക്കുന്ന വാക്യങ്ങൾ. അത് പല ഭാഗങ്ങളിൽ നിന്നാണ് അത് ഉദ്ധരിച്ചിരിക്കുന്നത്. ഞാൻ ആ വാക്യങ്ങളൊന്ന് എഴുതുന്നവർക്ക് വേണ്ടി പറയാം. അല്ല, നിങ്ങൾ വോയിസ് കേട്ട് നോട്ട് തയ്യാറാക്കുന്നവരാണെങ്കിൽ അതിലും അപ്പോൾ നമുക്ക് എടുക്കാമല്ലോ. സങ്കീർത്തനം 5-ന്റെ 9ാമത്തെ വാക്യം, 5-ാം സങ്കീർത്തനം 9-ാം വാക്യം, 10-ാം സങ്കീർത്തനം 7-ാം വാക്യം, 14-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെ, 14-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെ, 36-ാം സങ്കീർത്തനം 1-ാം വാക്യം, 36-ാം സങ്കീർത്തനം 1-ാം വാക്യം, 140-ാം സങ്കീർത്തനം 3-ാം വാക്യം, സങ്കീർത്തനം 140-ന്റെ 3, സഭാപ്രസംഗി 7-ന്റെ 20, സഭാപ്രസംഗി 7-ന്റെ 20, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 7-8 വാക്യങ്ങൾ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഇത്രയും ഭാഗത്തുനിന്ന്, അതായത് ന്യായപ്രമാണത്തിലെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഈ വാക്യങ്ങൾ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അത്രയും വാക്യങ്ങളിൽ നിന്ന് അപ്പോസ്തലൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താ? എന്താണ് ആശയം? നീതിമാൻ ആരുമില്ല. അതെങ്ങനെയാ അത്രയും ഭാഗത്തുനിന്ന് നീതിമാൻ ആരുമില്ലെന്ന് പറയാൻ കഴിയുക? അത് 19-ാം വാക്യത്തിലുണ്ടത്. നോക്കിയേ, 19-ാം വാക്യം നോക്കിയേ. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ ന്യായപ്രമാണം പറയുന്നത് എന്താണ്? ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ 19-ാം വാക്യത്തിലെ ആദ്യത്തെ പോർഷന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം 10 മുതൽ 18 വരെ പറഞ്ഞ വാക്യങ്ങൾ അപ്പോസ്തലൻ എവിടുന്ന് എടുത്തതാ? ന്യായപ്രമാണത്തിൽ നിന്ന്. അപ്പോസ്തലന്റെ വാക്യം പറയൂ, ന്യായപ്രമാണത്തിൽ നിന്ന് എടുത്തല്ലേ? അപ്പൊ ന്യായപ്രമാണം എന്താ പറയുന്നത്? എല്ലാവരും പാപിയാണെന്നാണ്. യഹൂദൻ ആരാണെന്നാ? നീതിമാൻ ആരുമില്ലെന്ന് പറയുന്ന ആരെ കുറിച്ചാ? യഹൂദനെ കുറിച്ചല്ലേ?
അപ്പോൾ 19-ാം വാക്യം പറയുന്നത് ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട്. ന്യായപ്രമാണത്തിന് കീഴുള്ളവരാരാ? യഹൂദന്മാരോടാണ് പറയുന്നത്. ആ ന്യായപ്രമാണ യഹൂദനോട് എന്താ പറയുന്നത്? നിങ്ങളെല്ലാവരും പാപികളാണ്, നീതിമാൻ ആരുമില്ലെന്നാണ്. നിങ്ങളുടെ വായിലെന്തുണ്ട്? ഭോഷ്ടുണ്ട്, സർപ്പവിഷമുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്നില്ല, ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. അത് അവരോട് പറയുന്ന. എന്നിട്ട് പറയുന്നത് അങ്ങനെ ഏതുവായും അടഞ്ഞ് സർവലോകവും ദൈവസന്നിധിയിൽ. കണ്ടോ, അങ്ങനെ ഏതുവായും അടഞ്ഞു എന്ന് പറഞ്ഞാൽ ഏത്? ആ യഹൂദന്റെ വായുമടഞ്ഞ് ദൈവസന്നിധിയിൽ എന്തായി തീരും? ഇന്ന് നമ്മൾ സുവിശേഷമൊക്കെ പറയാനായിട്ട് ആളുകളുടെ അടുക്കൽ പോയി സുവിശേഷമൊക്കെ പറയുമ്പോൾ എന്തെല്ലാം യുക്തി ആളുകൾ പറയുന്നു, എന്തെല്ലാം എതിർപ്പുകൾ, വിരോധങ്ങൾ ഒക്കെ ആളുകൾ പറയും. അന്ന് പറയാൻ പറ്റുമോ? വിധി ദിവസത്തിൽ അന്ത്യവിധിയിൽ പറയാൻ പറ്റുമോ? അയ്യോ, അന്ത്യവിധിയിൽ വാ തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ദൈവം ബലം പിടിച്ച് വായ അടപ്പിച്ച് വയ്ക്കും എന്നുള്ളതല്ല. ജോൺസന്റെ മുമ്പിൽ, ഒരു സാധാരണക്കാരനായ ഒരു വിശ്വാസിയുടെ മുമ്പിൽ യുക്തി പറഞ്ഞോ അല്ലെങ്കിൽ എതിർപ്പ് പറഞ്ഞോ അവന്റെ വായ അടയ്ക്കാൻ പറ്റും. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സത്യം എന്ത് തെളിയിക്കും? ഈ നിൽക്കുന്നയാള് ഭോഷ്കാണ്, നീതികെട്ടവനാണെന്നുള്ളത് പ്രത്യക്ഷമായി തെളിയുന്നതിനാൽ അവിടെ പ്രത്യേകിച്ച് എഴുതി പറയുന്നൊന്നും വേണ്ട, തെളിവ് കൊണ്ടുവരുമൊന്നും വേണ്ട. ആ നിൽപ്പിൽ തന്നെ അത് തെളിയിക്കുകയും ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായിത്തീരും. പിന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെ 20-ാമത്തെ വാക്യം, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ഏതുകൊണ്ട്? എല്ലാവരും അടയുന്നത് കൊണ്ട്. ന്യായപ്രമാണം പറയുന്നത് നീതിമാൻ ആരുമില്ല, ന്യായപ്രമാണത്തിന്റെ കീഴിലിരിക്കുന്നവർ നീതിമാന്മാരല്ല, നീതികെട്ടവരാണ്, ആരുമില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ ചെയ്ത പ്രവൃത്തികളാൽ നിങ്ങൾക്ക് എന്തില്ല? ന്യായപ്രമാണ അനുഷ്ഠാനത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടില്ല? നീതി കിട്ടിയിട്ടില്ല. അതല്ലേ 20-ാം വാക്യം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ അറിവാണ് ഉണ്ടാകുന്നത്, പരിജ്ഞാനമാണ്. അതിൽ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഇപ്പോൾ അവിടെ പ്രസ്താവിച്ചു. 23-ാം വാക്യം എന്നോട് ചേർന്ന് പറയാവുന്നതാണ്, നമുക്കറിയാവുന്ന വാക്യം. എന്താ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, അതതിന്റെ അർത്ഥം. എന്താ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ? യഹൂദനൊന്നും വ്യത്യാസമില്ല, യവനൊന്നും വ്യത്യാസമില്ല. നമുക്കിങ്ങനെ പറയാം, കറുത്ത ഭാവിയൊന്നുമില്ല. ഇപ്പൊ വെളുത്ത ആളുകൾക്ക് തോന്നുന്നത് കറുത്തവരൊക്കെ കൂടുതൽ മോശമാണ്, പഠിച്ച ആളുകൾക്ക് തോന്നും ഇവരൊക്കെ ദൈവത്തിൽ. അങ്ങനെയല്ല. ഈ എന്താ പറയുന്നത്, വർണ്ണവിവേചനം അല്ലെങ്കിൽ എന്താ പറയുന്നത്, സവർണ മേധാവിത്വം വന്നത് അങ്ങനെയാണ്, ബ്രാഹ്മണിസം വന്നത് അങ്ങനെയാണ്. വെളുത്തവർക്ക് തോന്നുന്നതാണ് എന്ത്, നീയൊന്നും വേദം വായിക്കാനോ കേൾക്കാനോ നിനക്കെന്തില്ല, ഞങ്ങൾക്ക് ദൈവത്തോട് അടുത്ത ആളുകൾ, നിങ്ങളൊക്കെ മോശപ്പെട്ട ആളുകൾ. അപ്പം ഞാനിത് സാധാരണ വടക്കേതിലൊക്കെ പോകുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, അപ്പോൾ നീ പറയാണ് കറുത്തവൻ ഭാവിയാണ്, അത് കറുത്ത ഭാവിയും ഇത് വെളുത്ത ഭാവിയും, അത്രേ ഉള്ളൂ. അത് പഠിച്ച ഭാവിയും ഇത് പഠിക്കാത്ത ഭാവിയും അത്രേ ഉള്ളൂ. ഇത് കാശുള്ള ഭാവിയും കാശില്ലാത്ത ഭാവിയും അത്രേ വ്യത്യാസമുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. ഒരു വ്യത്യാസവുമില്ല, രണ്ടു കൂട്ടരും ഭാവികളാണ് തെളിയിച്ചു കഴിഞ്ഞു, ഒരു വ്യത്യാസമില്ല. അവിടെ അവിടെ പറഞ്ഞ സർവനാമങ്ങൾ, ഈ റോമാലേഖന സർവനാമത്തിനാണ് ഏറ്റവും പ്രാധാന്യത, പ്രോനൗൺസിന്. ആ 23-ാം വാക്യത്തിൽ ഒരു വ്യത്യാസമില്ല, എല്ലാവരും എന്ന് പറഞ്ഞാൽ അത് ലോകം മുഴുവൻ എന്നുള്ളതിനേക്കാൾ പിന്നെന്താ യഹൂദന് യവനനും എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നു. ഒരുപാടല്ലോ. ഇപ്പം നമ്മൾ വിചാരിച്ചോണ്ട് നമ്മൾ കുഴപ്പമില്ല, നല്ല ആൾക്കാരാണെന്നാണ് യഹൂദൻ പറയുക.
നല്ല ആൾക്കാരാണ്, നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാർ, നമ്മൾ ന്യായപ്രമാണമൊക്കെ അനുഷ്ഠിച്ച് 5 വിധ ബലികൾ, 7 വിധ പെരുന്നാളുകൾ, ശബത്ത്, നോമ്പ്, നേർച്ച കാഴ്ചകൾ, ഇതെല്ലാം അനുഷ്ഠിച്ച് നമ്മളൊക്കെ മിടുക്കന്മാരാണെന്നാണ് ചിന്തിച്ച് ഇപ്പോൾ പറയുന്ന ആരുമില്ല, ഒരുത്തൻ പോലും അയ്യോ എന്ത് ചെയ്യും, എന്ത് ചെയ്യും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മൂന്നാമത്തെ പ്രധാന ശീർഷകത്തിൽ വരുന്നത്. മൂന്നാമത്തെ മെയിൻ ഹെഡിങ് നീതീകരണത്തിനായുള്ള ദൈവിക കരുതൽ. നീതീകരണത്തിനായുള്ള ദൈവിക കരുതൽ. 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 21 വരെയുള്ള ഭാഗത്താണ് അത് പറയുന്നത്. നീതീകരണത്തിനായുള്ള ദൈവിക കരുതൽ. സ്തോത്രം. മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുമ്പോൾ ദൈവം അവനെ നീതീകരിക്കാൻ, ഒന്നും കൂടെ കടത്തി പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതി അവന് കൊടുക്കാനായി ദൈവം ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്തു. അതെപ്പോഴാണ്? ന്യായപ്രമാണത്താൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പം എന്ത്, ഞാൻ ദൈവം ഇങ്ങനെ പറയാമെന്ന് വിചാരിക്കുക, ഞാൻ ന്യായപ്രമാണം മോശ മുഖാന്തരം കൊടുത്തു, ഇപ്പോൾ ന്യായപ്രമാണത്തിൽ കിട്ടുന്നില്ലല്ലോ, ഇവരാരും നീതീകരിക്കപ്പെടുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പ്ലാൻ എ പരാജയപ്പെട്ടു, എന്നാൽ പിന്നെ പ്ലാൻ ബി കൊണ്ടുവരാം. അങ്ങനെയാണോ? അല്ല. ദൈവം മുന്നമേ നിശ്ചയിച്ച സകല മനുഷ്യർക്കും ദൈവത്തിൻ്റെ നീതി കൊടുക്കാനായി ദൈവം മുന്നമേ പ്ലാൻ ചെയ്ത ആ പ്ലാൻ, ദൈവത്തിൻ്റെ പൂർണ്ണമായ നിർണയം, അതിവിടെ ദൈവം കൊണ്ടുവരികയാണ് മനുഷ്യനെ നീതീകരിക്കാൻ. 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഒരു സെക്കൻഡ്. അപ്പോൾ ഈ മൂന്നാമത്തെ ശീർഷകമാണ് നീതീകരണത്തിനായുള്ള ദൈവിക കരുതൽ. അതിനെ നമ്മൾ ഒരു 3ആയിട്ട് വീണ്ടും തിരിക്കുകയാണ് പഠനത്തിൻ്റെ എളുപ്പത്തിനായിട്ട്. ആദ്യത്തെ ഭാഗം വിശ്വാസത്താലുള്ള നീതീകരണം, അല്ലെങ്കിൽ നീതീകരണം വിശ്വാസത്താൽ. 3-21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 31 വരെയുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ ആ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വരെയുള്ള ഭാഗമാണ് വിശ്വാസത്താലുള്ള നീതീകരണം, ഒന്നാമത്തെ ഉപശീർഷകം. ഈ ഭാഗമാണ് റോമാലേഖനത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. റോമാലേഖനത്തിൻ്റെ ഹൃദയമാണ് ഈ 3-21 മുതൽ 31 വരെയുള്ള ഭാഗം. സ്തോത്രം. നമുക്ക് വായിക്കാം. 4 വാക്യങ്ങൾ വായിക്കാം. 21 മുതൽ. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണം പ്രവാചകന്മാർ സാക്ഷ്യം പറയും. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ രക്ഷിക്കാത്തവരായിട്ട് അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിൽ വീണ്ടെടുക്കും പോലെ സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. 21-ാം വാക്യം. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും അർത്ഥമുണ്ട്. അതിൻ്റെ ആ ബാക്കിയുള്ള വാക്കുകളുടെ അടിയിലല്ല, അവിടെയാണ് വരയ്ക്കേണ്ടത്. എവിടെ? എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ. 2-ാം പ്രാവശ്യം വീണ്ടും ആവർത്തിക്കുക. തുടക്കത്തിലുണ്ടായിരുന്നു ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി, ഇവിടെ വീണ്ടും ആവർത്തിക്കുക. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു. നമുക്ക് 10 മിനിറ്റോടെ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 2-3 മണിക്കൂറെങ്കിലും വേണം ഈ നീതീകരണത്തിനായിട്ടുള്ള ദൈവിക കരുതലിനെ കുറിച്ച് നമുക്കൊന്ന് വിശദീകരിക്കാനായിട്ട്. അപ്പോൾ ഈ 21-ാം വാക്യം ഒന്ന് നമുക്ക് 21-24 വാക്യങ്ങൾ ചേർത്ത് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഞാൻ അതിനു മുമ്പ് ഇങ്ങനെ പറയട്ടെ, ഒരാൾ എന്താണോ വിശ്വസിക്കുന്നത് അത് അവന് കിട്ടുള്ളൂ. എന്താണോ വിശ്വസിക്കുന്നത്, ഇപ്പോൾ പല ആളുകളും വിശ്വസിക്കുന്നത് തെറ്റായിട്ടാണ്. ചിലർ വിശ്വസിക്കുന്നത് എനിക്ക് രോഗസൗഖ്യം കിട്ടും, എൻ്റെ കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ മാറും, എനിക്ക് എന്താ പറയുന്നത് ഉയർച്ച ഉണ്ടാകും, അതിനത് കിട്ടും. എന്നാൽ ദൈവനീതി കിട്ടണമെങ്കിൽ അവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വിശ്വാസം വളരെ സ്പെസിഫിക് ആയിരിക്കണം. വേണോ വേണ്ടയോ? എന്തെങ്കിലും വിശ്വസിച്ചാൽ മതിയോ? ഇപ്പോൾ കർത്താവ് വിശ്വസിച്ച് എന്തോരം ആളുകളാണ് നരകത്തിൽ പോകുന്നത്. പക്ഷെ അവരെന്തുകൊണ്ട് പോകുന്നു?
അവർ ഈ കാര്യത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി, ദൈവനീതിക്ക് വേണ്ടി എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അതിനായിട്ട് അവരെന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അവർ പലപ്പോഴും രോഗസൗഖ്യം കൊടുക്കുന്ന അല്ലെങ്കിൽ കഷ്ടത മാറ്റുന്ന യേശുവിലാണ് വിശ്വസിച്ചത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്. ഇവിടെ പറയുമ്പോൾ ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി. 24 വാക്യം നോക്കി. അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അപ്പം നീതീകരണത്തിനായി, ആ നീതീകരണം എന്നുള്ള വാക്കിന് പര്യായ പദങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്. നീതീകരണത്തിന് പര്യായ പദങ്ങൾ, പുതിയ നിയമത്തിലെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? നീതീകരണത്തിനായി അല്ലെങ്കിൽ ആത്മരക്ഷയ്ക്കായി, വീണ്ടും ജനനത്തിനായി, പാപമോചനത്തിനായി ഉള്ള മാർഗം എന്താ? ഈ 21ഉം 24ഉം വാക്യങ്ങൾ വെച്ചിട്ടൊന്ന് പറയാമോ? അതിന് കറക്റ്റായിട്ട് സോറ്റീരിയോളജിയുടെ അല്ലെങ്കിൽ രക്ഷാതത്വശാസ്ത്രത്തിന്റെ ക്രമം അനുസരിച്ച് 3 വാക്കുകളാണ് രക്ഷയോട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 വാക്കുകൾ. 1 കൃപ, 2 വിശ്വാസം, അത് 21-ാം വാക്യം ഒന്ന് വായിച്ചിട്ടൊന്ന് പറഞ്ഞു. ഈ 21-ലും 24-ലും അതുണ്ട്. ഒരൊറ്റ വാക്കിലല്ല, പക്ഷെ ഒറ്റ വാക്കിലല്ല. ഒരു പക്ഷെ നമുക്കത് ഒറ്റ വാക്കിൽ പറയാൻ കഴിഞ്ഞേക്കില്ല. അതിനെങ്ങനെ പറയാം? 21-ാം വാക്യത്തിലെ പ്രയോഗം അനുസരിച്ച് എങ്ങനെ പറയാം? സൗജന്യമായെന്ന് പറയുമ്പോൾ പുതിയ നിയമം മുന്നോട്ട് വയ്ക്കുന്ന ഒരു തത്വമാണത്. 21-ന്റെ ഒടുവിലുണ്ട്. അല്ല, ദൈവത്തിന്റെ നീതി നമുക്ക് വരാനായിട്ട് ദൈവം ഒരുക്കിയ 3 കാര്യങ്ങളാണ്. അതിലൊന്നാണ്, ബ്രദർ പറഞ്ഞ് കറക്റ്റാണ്, ഒന്നാമത്തെയാണ് കൃപ. അത് ദൈവമാണല്ലോ കൃപ ആദ്യം മുന്നോട്ട് വെച്ചു. 2, നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അത് ബ്രദർ പറഞ്ഞ് സൗജന്യമായിട്ട്, ശരിയാ, സൗജന്യ. പക്ഷെ അതിനെ എങ്ങനെ പറയാം? 21-ാം വാക്യം അനുസരിച്ച് എങ്ങനെ പറയാം? പ്രവൃത്തി കൂടാതെ. ഓക്കെ, ഇനി നമ്മൾ നോക്കിയേ, പ്രവർത്തിച്ചാലോ? അവിടെ 21-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ എന്ന് പറഞ്ഞെന്താ? പ്രവൃത്തി കൂടാതെ. അല്ല, ഞാൻ ദൈവത്തിന്റെ കൃപയെ ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. യേശു കുരിശിൽ മരിച്ചത് പാപികൾക്ക് വേണ്ടിയിട്ടാണ്, പാപികൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ പാപമോചനത്തിനുള്ള കർമ്മങ്ങൾ കൂടെ ഞാൻ ചെയ്യും. ഇപ്പൊ ഒരു യഹൂദൻ പറയുക, യഹൂദനുമായി ബന്ധപ്പെട്ടാണല്ലോ ഇത് എഴുതിയിരിക്കുന്നത്. യഹൂദൻ പറയുക, അല്ല, ഞാൻ 5 വിധ യാഗങ്ങൾ അർപ്പിക്കാം, ഹോമയാകും, പാപയാകും, വൃത്തിയാകും, സമാധാനയാകും ഒക്കെ ഞാൻ അർപ്പിക്കാം. കിട്ടുമോ? അങ്ങനെ അർപ്പിച്ചാൽ അവൻ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. പ്രവൃത്തിയിലൂടെ അവൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ കൃപയെ അനാദരിക്കുന്നു, വൃഥാവാക്കുന്നു. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിലെ 16 മുതലുള്ള വാക്യങ്ങൾ പ്രകാരം ഒടുവിലത്തെ വാക്യം 21-ാം വാക്യം, ഞാൻ സാധാരണ അത് ബ്രദറുകാരുടെ വാക്യാന്ന് ഞാൻ പറയാറുണ്ട്. ഗലാത്യലേഖനം 2:21, ഞാൻ ദൈവത്തിന്റെ കൃപയെ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി ലഭിക്കുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. ഈ റോമാലേഖനം തന്നെ 11:6 എന്താ പറയുന്നത്? കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. അപ്പൊ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. ബ്രദർ പറഞ്ഞാൽ കറക്റ്റാ, ഓർഡർ കറക്റ്റാ, ബ്രദറിന്റെ സോറ്റീരിയോളജി കറക്റ്റാണ്. രക്ഷാതത്വ ശാസ്ത്രത്തില് ശ്രദ്ധിക്കുന്ന മക്കളെ, ഇതൊക്കെ നമ്മൾ ഏറ്റവും പഠിക്കേണ്ട കാര്യം അതാണ്. നമ്മളെ എവിടെ നിൽക്കുന്നതെന്ന് ആദ്യം അറിയണ്ടേ. 23-ാം വാക്യം നമുക്കറിയാം, നീതിമാൻ ഒരു വ്യത്യാസവും എല്ലാവരും പാപം ചെയ്ത്. അപ്പൊ അടുത്തത് ദൈവദേശം ആർക്കും ഇല്ലല്ലോ, പാപികളാണല്ലോ എല്ലാവരും. അപ്പൊ ദൈവം എന്ത് ചെയ്തു? എന്ത് മുന്നോട്ട് വെച്ചു? നിന്നെ രക്ഷിക്കാം, ഞാൻ രക്ഷിക്കാം, നീ പേടിക്കണ്ട.
പേടിക്കണ്ട, ഞാൻ രക്ഷിക്കാം. അതിനെ ദൈവം മുന്നോട്ട് വെച്ചെന്താ? 24 വാക്യം. അവന്റെ കൃപയാൽ ദൈവം എന്ത് മുന്നോട്ട് വെച്ചു? കൃപ. എന്താണ് കൃപ? അർഹിക്കാത്ത ദാനം, അൺമെറിറ്റഡ് ഫേവർ, അൺഡിസേർവ്ഡ് ഫേവർ. അർഹിക്കുന്നില്ല. എന്തർഹിക്കുന്നില്ല? നാം എന്തർഹിക്കുന്നില്ല? മറ്റവാക്യം പറഞ്ഞ ഒന്നും ദൈവത്തിൽ നിന്ന് ഒന്നും ചെയ്യുന്നില്ല. സ്വർഗം അർഹിക്കുന്നില്ല. ദൈവികമായ ഒരു നന്മയും നമ്മൾ അർഹിക്കുന്നില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല, അർഹത ഇല്ല. മരണാനന്തരം ദൈവസന്നിധിയിലേക്ക് ചെല്ലാനായിട്ടുള്ള യോഗ്യതയില്ല, അർഹതയില്ല. അപ്പൊ അവിടെ ദൈവം അർഹതയില്ലാത്തവന്, നമ്മൾ സാധാരണ പറയുന്നതാണല്ലോ ഈ ഗ്രേസ് ആൻഡ് മേഴ്സി. എന്താണ് ദയ? മേഴ്സി. അർഹിക്കുന്നത് തരാതിരിക്കുന്നതാണ് ദൈവത്തിന്റെ ദയ. അപ്പം അർഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പാപിയാണെങ്കിൽ എന്താ? അതോട് പറയുന്നത് റോമാലേഖനം 6:23, പാപത്തിന് ശമ്പളം മരണമാണ്, നിത്യമായ നരകമാണ് അർഹിക്കുന്നത്. അത് തരുന്നില്ല. അത് ആർക്ക് കൊടുത്തു? ക്രിസ്തുവിന് കൊടുത്തു. ആ വാക്യത്തിനുണ്ട് 24, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം. യേശു ക്രിസ്തുവിൽ വീണ്ടെടുപ്പ് ഒരുക്കി. എങ്ങനെ? അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കൃപയെ ദൈവം പ്രദർശിപ്പിച്ചിരിക്കുന്ന ഇടമാണ് കാൽവരി ക്രൂശ്. ആ യേശു ക്രിസ്തുവിൽ എനിക്ക് വീണ്ടെടുപ്പ്, എനിക്ക് പാപമോചനം, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ദൈവം ഒരുക്കി. അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ആ കൃപ എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ എളുപ്പം ഒരു ഉദാഹരണം. കൊച്ചെത്രല്ല പഠിക്കുന്നു? +2. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് SLCക്ക് പഠിക്കുമ്പോൾ ജയിക്കാൻ 210 മാർക്ക് വേണം. അപ്പോൾ ഈ ഒരു 190, 180, 200 കിട്ടുന്നവരെ ജയിപ്പിക്കാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പിന് ഒരു പരിപാടി ഉണ്ടായിരുന്നു, മോഡറേഷൻ. അതിന് വേറൊരു വാക്കുണ്ട് ഈ മോഡറേഷന്, ഗ്രേസ് മാർക്ക്. ഗ്രേസ് മാർക്ക്. +1 ഇരിക്കാൻ, പ്രീ ഡിഗ്രിയിൽ ഇരിക്കാൻ നിനക്കെന്തില്ല? 180 കിട്ടിയ, 200 കിട്ടിയ നിനക്കെന്തില്ല? ഈ എത്തിയിരിക്കുന്ന എല്ലാവരും 200, 110, 210 താഴെയുള്ളവരാട്ടോ. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഒരു വ്യത്യാസവുമില്ല. നോക്കുമ്പോ അവനേക്കാൾ ഇവളേക്കാളൊക്കെ നമ്മൾ നല്ലവരാണെങ്കിൽ എല്ലാവരും ദൈവദേശത്തിന്റെ താഴെ. അപ്പൊ ഈ 180ഉം 200ഉം കിട്ടിയവന് +1 അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയിൽ ഇരിക്കാൻ യോഗ്യതയില്ല. പക്ഷേ അവനോട് എന്ത് കാണിച്ചു? അവൻ എന്ത് കൊടുത്തു? ഗ്രേസ് മാർക്ക്. എന്താണ് ഗ്രേസ്? അർഹതയില്ലാത്തവനെ, +1 ഇരിക്കാൻ ഇല്ലാത്തവളെ അവിടെ ഇരുത്താനായിട്ട് ഒരു ഫേവർ ചെയ്തു, ഒരു ദാനം കൊടുത്തു, ഒരു കരുണ കാണിച്ചു. അതാണ് കൃപ. അപ്പൊ +1 ചെന്നിരിക്കുക, ഈ 180 കിട്ടിയവൻ +1 ഇരിക്കുക, അവൻ എന്തായിരിക്കും പറയുന്നത്? എന്താ പറയുന്നത്? അയ്യോ, എന്റെ യോഗ്യതയല്ല, ഞാൻ അയോഗ്യനാണ്, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒറ്റ കാരണത്താല. എന്നോട് എന്ത് കാണിച്ചു? കൃപ കാണിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തിനാലല്ല? പ്രവൃത്തിയാൽ അല്ല. യേശുക്രിസ്തുവിൽ സമ്പൂർണമായ നീതീകരണം. അത് 21 വാക്യം 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ. സ്തോത്രം. എന്ത് നീതി? ദൈവനീതി ഇല്ലാത്തവൻ ആരാധിച്ചാൽ ദൈവം കേൾക്കൂ? പറയൂ. എത്ര വിശുദ്ധിയുള്ളവരെ ആരാധിച്ചാൽ ദൈവം സ്വീകരിക്കുന്നു? ചില ആളുകളുടെ അറിവുകേട് കൊണ്ട് അവർ പറയാറുണ്ട്, ഞാൻ ധാരാളം കേട്ടിട്ടുള്ളതാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് എന്താണ് വിശുദ്ധ ജീവിതം നയിക്കാത്ത ഒരുവനും പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആര് പോയത്? കൃപയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. കൃപയാൽ നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലായി.
ദൈവത്തിന് സ്തോത്രം. അത് വിശ്വസിക്കാൻ നമുക്ക് എന്ത് കിട്ടി? ഭാഗ്യം കിട്ടി. അതും ദൈവത്തിൻ്റെ കൃപയാണെന്ന് കൂട്ടിക്കോ. അത് വിശ്വസിച്ചു, അതിനാൽ നമുക്ക് രക്ഷ ലഭിച്ചു. നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല? കൂട്ടി ചേർക്കണം. അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ന്യായപ്രമാണം കൂടാതെ, പ്രവൃത്തി കൂടാതെയുള്ള അനുഗ്രഹീതമായ സമ്പൂർണ്ണ രക്ഷ, സമ്പൂർണമായ ദൈവത്തിൻ്റെ നീതി നമ്മൾ പ്രാപിച്ചു. ഫിലിപ്പിയർ 3:9 പൗലോസ് പറയുന്ന മനോഹരമായ ഒരു വാക്കുണ്ട്: ഞാൻ ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ നീതി തന്നെ പ്രാപിച്ചിരിക്കുന്നു. വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ദൈവത്തിൻ്റെ നീതിയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മുടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്നത് എന്ത്? വിശുദ്ധന്മാർ, നീതിമാന്മാർ, ദൈവമക്കൾ. നമ്മുടെ യോഗ്യതയിൽ നാളെ കഴിഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾ ആരാധിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു പാട്ടുണ്ടെങ്കിൽ പിന്നെ ആരാധിച്ചിട്ട് കാര്യമില്ല. ഞാൻ സാധാരണ പറയും, പെന്തക്കോസ്ത് സഹോദരന്മാരെ, നിങ്ങളുടെ ഉപദേശപ്രകാരം നിങ്ങൾ ആരാധിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ എന്തിനാ ആരാധിക്കുന്നത്? നീയും കൂടെ പ്രവർത്തിച്ചിട്ടാണല്ലോ പൂർണ്ണമായ രക്ഷ സ്വർഗത്തിൽ പോകാൻ കഴിയുന്നത്. വിശുദ്ധ ജീവിതം കൂടെ നയിച്ചിട്ടല്ലേ. പിന്നെ എന്തിനാ ആരാധിക്കുന്നത്? കൃപയാൽ മാത്രമാകുമ്പോഴാണ് ആരാധന അർത്ഥവത്താകുന്നത്, മീനിഫുള്ളാകുന്നത്. നമ്മളത് അംഗീകരിക്കുന്നു, നമ്മൾ അങ്ങനെ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. അനുഗ്രഹീതമായ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചു. ദൈവത്തെ സ്തുതിക്കാം. ഈ ഭാഗം വീണ്ടും ആവർത്തിച്ച് വായിച്ച് കടന്നു വരിക. പ്രത്യേകിച്ച് ചിന്തിക്കാൻ കർത്താവിന്റെ ദൈവനാമം ആയിട്ട്